റവറൻ തോമസ് പൈക്കാട്, നെടുങ്കാട്ടപ്പള്ളി CSI സെന്റ് തോമസ് ഇടവക വികാരി. ഈ സഭയിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നതായ സമയം മുതൽ പ്രിയ ബെയ്ച്ചാനുമായിട്ട് വീരചക്ര KG ജോർജ് കോഴികുന്നത്തും പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്താണ് തൻ്റെ സൈനിക സേവനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായത്. 1965 ഇൻഡോ പാക് യുദ്ധത്തിൽ സിഗ്നൽ നഷ്ടമാകുന്നതായ അവസരത്തിൽ നമ്മുടെ രാജ്യം വളരെ ഭീതിയിലും അതോടൊപ്പം തന്നെ യുദ്ധം പരാജയപ്പെടുന്നതായ ഘട്ടത്തിലും തൻ്റെ 2 സുഹൃത്തുക്കൾ നഷ്ടമാകുകയും തൻ്റെ വാഹനം നഷ്ടമാകുകയും ചെയ്ത അവസരത്തിൽ വളരെ ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെതായ സുരക്ഷയ്ക്കായിട്ട് അധ്വാനിച്ച വീരസേനാനിയായി ഇന്നും ഭാരതം പ്രിയ ബെയ്ച്ചാനെ ഓർക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. വാർദ്ധക്യ അവസ്ഥയിലും ക്രമമായി ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുവാൻ ഉത്സാഹം അദ്ദേഹം കാട്ടിയിരുന്നു. തൻ്റെ ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ പതിവായിട്ട് കടന്നു വരുവാൻ സാധിക്കാത്തപ്പോൾ തനിക്കാകുന്ന അവസരത്തിലൊക്കെ ദേവാലയത്തിലേക്ക് കടന്നു വരികയും എല്ലാ ആളുകളോടും വളരെ സ്നേഹമായിട്ടും സൗഹൃദമായിട്ടും പെരുമാറുകയും ചെയ്തു എന്നുള്ളത് ബെയ്ച്ചാന്റെ ജീവിതത്തിൻ്റെതായ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളും പ്രിയ ബെയ്ച്ചാന്റെ ജീവിതത്തെ ഓർത്ത് നന്ദിയോടെ ആയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സ്മാരകമാണ് ആഫ്രിക്കപ്പടി മുതലുള്ളതായ റോഡ് വീരചക്ര KG ജോർജിന്റെ പേരിൽ ആക്കുവാനായിട്ട് പഞ്ചായത്തിന് ക്രമീകരണം ചെയ്തത്. അതോടൊപ്പം തന്നെ ബെയ്ച്ചാന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം സാധാരണയായിട്ട് ആളുകൾ വന്നാൽ ആളുകളെ സല്യൂട്ട് ചെയ്യും. എന്നാൽ പല അവസരങ്ങളിലും ഞാൻ അദ്ദേഹത്തെ കാണുവാനായിട്ട് ശ്രമിച്ച സമയത്തൊക്കെ 2 കൈയും കൂപ്പി അദ്ദേഹം ഗ്രീറ്റിംഗ് പറയുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. താൻ ശയ്യാവലംബിയായി കഴിഞ്ഞ ദിവസത്തിൽ കട്ടിലിൽ ആയിരിക്കുന്ന അവസരത്തിലും എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പ്രഭാതത്തിൽ അവിടെ ചെന്നതായ സമയത്ത് തനിക്ക് കൈയെ അനക്കുവാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ പോലും വളരെ ബന്ധപ്പെട്ട് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തതായ ഒരു അനുഭവം. എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്തതായ ഒരു ദേശഭക്തനെയാണ് നമുക്ക് നഷ്ടമായത്. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിലുള്ളതായ ധാരാളം ആളുകൾക്ക് തൻ്റെതായ സാമ്പത്തികമായ സഹായവും അങ്ങനെയുള്ളതായ ക്രമീകരണങ്ങളും ഒക്കെ ലഭ്യമായത് പലരും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യോദ്ധാവ് എന്നുള്ളതായ നിലയിൽ താൻ ഈ രാജ്യത്തിനു വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ചതുപോലെ തന്നെ തൻ്റെതായ ജീവിത സാഹചര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കിട്ടതായ ഒരു ജീവിതത്തോടാണ് നാം വിട പറയുന്നത്. ഇത് ദേശത്തെ സംബന്ധിച്ചോളം ദുഃഖകരമാണ്. അതോടൊപ്പം തന്നെ ഭവനത്തെയും ഓർക്കുവാനായിട്ടുള്ളത് ഒരു പിതാവിനെ വാർദ്ധക്യത്തിൻ്റെതായ സാഹചര്യത്തിൽ, ഒരു രോഗിയെ വാർദ്ധക്യത്തിൻ്റെതായ സാഹചര്യത്തിൽ എപ്രകാരം പരിപാലിക്കണം എന്നുള്ളത് ഈ ഭവനത്തിൽ ഒരു പ്രസ്താവ്യമായ അനുഭവമാണ്. അപ്രകാരം തൻ്റെതായ ക്ഷീണാവസ്ഥയിൽ പരിപാലിക്കുവാനായിട്ട് ഭവനത്തിന് സാധിച്ചു. നമ്മുടെ പല ഭവനങ്ങളിലും വാർദ്ധക്യത്തിലായവരെയും രോഗികളെയും ഇന്ന് ശുശ്രൂഷ കേന്ദ്രങ്ങളിലാക്കി സൗകര്യപ്രദമായ നിലയിൽ അവരെ കാണുകയും അവരെ അന്വേഷിക്കുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ പിതാവിനെ തങ്ങളാലാവോളം ഭവനത്തിൽ ശുശ്രൂഷിച്ച് അവസാന സമയം വരെയും പരിപാലിച്ച് യാത്രയാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു ദൈവിക അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ആ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെയ്ച്ചാന്റെ ജീവിതത്തോട് നന്ദി പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു ദേശസ്നേഹി, ഒരു രാജ്യസ്നേഹി, രാജ്യത്തിനു വേണ്ടിയിട്ട് തന്റെ ജീവൻ അർപ്പിച്ചതായ വീരഭടൻ, അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയാകട്ടെ. ദൈവം പ്രിയ ഭവനത്തെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.